എൻ്റെ എന്നാ പറയുക ആരാധ്യ നേതാവ് സി എഫ് തോമസ് സാറാ. അങ്ങേരെ എന്നെ ഞാൻ പോയി കണ്ടു ഒരു ദിവസം. സാറേ എങ്ങനെയാ സാർ നമുക്ക് സജി UDF-നൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ മാണി സാറ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ചെയർമാൻ അല്ലെങ്കിൽ വർക്കിംഗ് ചെയർമാൻ നമുക്ക് ഒന്നിച്ചങ്ങ് നിന്നാൽ മതി. ഈ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ എടുക്കാൻ വേണ്ടി കൂടിയ സമയത്ത് പുള്ളി പറഞ്ഞു വള്ളി നിക്കട്ടവനൊന്നും ആകാൻ പറ്റിയെന്ന് മോൻസ് പറഞ്ഞാന്ന്. അപ്പം ഞാൻ ഈ യോയി ബ്രാദർ ചോദിച്ചു സാറേ വള്ളി നിക്കട്ടവന് വല്ലതും സാധ്യത ഉണ്ടോ നോമിനേഷൻ കൊടുക്കാൻ കയറാൻ എന്ന് ചോദിച്ചു. എൻ്റെ വണ്ടിയിലാണ് പോയത്. എടാ അതിനൊരു സാധ്യത ഞാൻ കാണുന്നില്ല, ഒക്കെ വേറെ കളികളൊക്കെയാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞായിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ കടുത്ത തീരുമാനം എടുത്താൽ ജോയ് സാർ ഒന്നും വിഷമിച്ചേക്കല്ലോട്ടോ. പക്ഷെ പുള്ളിക്ക് മനസ്സിലായില്ല ഞാനത് എന്നാ പറയുന്നത്. ഫോൺ എടുത്തു. ഞാൻ സാറേ ഞാൻ സാറിനെ കാണാൻ പലവട്ടം ശ്രമിച്ചായിരുന്നു. സാറിന് എനിക്ക് പോകുന്നില്ല, കാര്യമൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് ഒറ്റ പ്രാവശ്യം കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ പറഞ്ഞാൽ കടമ്പ ആ കാണുന്ന നേരിട്ട് കാണാം, ഞാൻ പണിയങ്ങ് നിർത്താൻ വേണ്ടിയൊന്നും എപ്പോൾ പറഞ്ഞോ സാറ് പറഞ്ഞ ആ സമയത്ത് വന്നേക്കാൻ തോന്നുന്നു. അವು ഒറ്റ കാര്യം പറയാച്ചാൽ എനിക്ക് വണ്ടിയും ഡ്രൈവറും ഒക്കെ ഉള്ള കോർപ്പറേഷനെ അത് ഭരണം കിട്ടിക്കഴിയുമ്പോൾ UDF ജില്ലാ ചെയർമാൻ എൻ്റെ അർഹതപ്പെട്ടതായിരുന്നു, അത് എനിക്ക് തിരിച്ച് തന്നേച്ചാൽ വന്നു. ഇത് കേട്ടത് ജോസഫ് സാർ ഹാപ്പിയായി. അപ്പോഴേ UDF ജില്ലാ ചെയർമാനാക്കി. ഞാൻ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം വാങ്ങിച്ച് മോഹൻ രക്ഷിച്ച് വാർദ്ധിക്കിയത്. അന്ന് ഞാൻ പറഞ്ഞല്ലേ ഡ്രൈവറും ചെയർമാനുള്ള അന്ന് കിട്ടുന്ന ഭരണമില്ല, LDF രണ്ടാമത് വന്നു. അത് ഞാൻ UDF ജില്ലാ ചെയർമാൻ വാങ്ങിച്ചെടുത്തുകൊണ്ട് അതെങ്കിലും ഉണ്ട്, അത് മാത്രം. അതുകൊണ്ടെങ്കിൽ ഞാൻ നടന്നു മാത്രമേ ഉള്ളൂ. ഈ മോറിസ് ജോസഫ് എന്താ വ്യക്തിപരമായിട്ട് ഇത്ര ഒരു രേഖയില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ ആരാധ്യ പുരുഷനാണ് അദ്ദേഹം. അതായത് പുള്ളി ഞാൻ യൂത്ത് ഫണ്ട് നിയോളം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എൻ്റെ വിവാഹം. അന്ന് ഈ മോൻസും ഞാനോട് വളരെ അടുപ്പമാണ്. അപ്പോൾ എനിക്ക് മോൻസിനെ വിളിച്ചില്ലെങ്കിൽ ഒരു മനസാക്ഷി കുത്ത്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എറണാകുളത്ത് ഒന്ന് ചിറക്കെടുക്കാൻ പോയപ്പം മോൻസിൻ്റെ ആപ്പാച്ചറിലെ വീടിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒരു കാർഡ് ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ മാണി സാറും മറ്റൊരു കൊള്ളം വന്നാൽ എല്ലാവരും സംശയിക്കുമോ ഈ പുള്ളിയായിട്ടൊരു ബന്ധം, എന്നിട്ട് ദൈവം അപ്പം വരണ്ട എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. ഏതായാലും വേണ്ടില്ല. മാണി സാറൊക്കെ എൻ്റെ കല്യാണത്തിന് വീട്ടിൽ വന്ന് മാണി സാറ് സ്തുതി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കല്യാണം മുഴുവൻ കൂടി, റിസപ്ഷൻ മുഴുവൻ കൂടി ഒരു 7 മണിയോടുകൂടി മാണി സാറ് PC തോമസ് CF തോമസ് ഉൾപ്പെടെ മുഴുവൻ കേരള കൊണ്ട് സ്നേഹം. ഞാൻ യൂത്ത് ഫണ്ട് പറഞ്ഞിരിക്കുന്ന സമയം ഇവരെല്ലാം പോയ സമയത്ത് മോൻസ് ഒരു 7 മണി ഞാൻ വന്നു, ഒരു ഫോട്ടോ എടുത്തു. ഇപ്പോഴും എൻ്റെ ഫോട്ടോ ഉണ്ട്. ഞങ്ങളൊന്ന് ഭയങ്കര ബന്ധമായിരുന്നു. അപ്പോൾ മാണി ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പിൽ ലയിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മോൻസിനോടും P ജോസഫ് സാറിനോടും വളരെ മാന്യമായ ഒരു അപ്രോച്ച് നടത്തി. അതുകൊണ്ട് തന്നെ മാണി ഗ്രൂപ്പുകാർക്ക് എന്നോട് ചില അന്ന് വന്നു, അവൻ ജോസഫിൻ്റെ പുറകെ അടക്കുകയാണ് അല്ലെങ്കിൽ മോൻസിൻ്റെ പുറകെ അടക്കുകയാണെന്ന്. ഞാൻ യൂത്ത് ഫണ്ട് പരിപാടികൾ വെച്ചു. ജോസഫ് സാറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടുണ്ട്, മോൻസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മോൻസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ വിചാരിച്ച അയാൾ MLA, ഞാൻ അയാൾ യുവജന സംഘടന കൂടെ വന്ന ആളാണ്. അങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്ന പല ഉദ്ഘാടനങ്ങൾ അങ്ങനെ കൊടുത്തു. അങ്ങനെ ഞാൻ അപ്പുറേ ഒരു കരടായി മാറി. സംഭവം ഇതാ, ഞാനൊരു തെറ്റും ചെയ്തില്ല. അതിനുശേഷം ഈ അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തർക്കം വന്നു. ജോസഫ് സാറ് സീറ്റ് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്നോടൊരു മാധ്യമക്കാരൻ ചോദിച്ചു, ഞാൻ യൂത്ത് ന്യൂസ് ഉണ്ടല്ലേ, ഏതാ നിങ്ങളുടെ പാർട്ടിയിലെ വിഷയം? ഞാൻ പറഞ്ഞു PJ ജോസഫിന് സീറ്റ് കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, പാർട്ടി പിളരെന്ന ഞങ്ങളുടെയൊക്കെ അഭിപ്രായം, പ്രവർത്തകരുടെ വികാരം അതാണെന്ന് ഞാൻ പറഞ്ഞു പോയി. ഇത് ചാനലിൽ അങ്ങ് ഹൈലൈറ്റ് ചെയ്തു. PJ ജോസഫിന് സീറ്റ് കൊടുക്കണം, മഞ്ഞക്കടമ്പൻ. PJ ജോസഫിന് സീറ്റ് കൊടുക്കും, മഞ്ഞക്കടമ്പ് വാർത്ത വന്നു. അപ്പോൾ എന്നെ പല നേതാക്കളും വിളിച്ചു, റോഷി ഉൾപ്പെടുത്തി എന്നെ പരിപാടിയാണ് പറഞ്ഞു, എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, റോഷി ഞാനെന്നാ പറഞ്ഞത്, ഞാനാകപ്പാടെ പറഞ്ഞത് ജോസഫ് സാറിന് സീറ്റ് കൊടുത്തിട്ടാണ് പാർട്ടി പിളരില്ല, ഇനി പിളർപ്പുണ്ടാകുന്ന പ്രവർത്തകരുടെ വികാരം, ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തിരുത്തണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരുത്തിക്കൊള്ളാന്ന് തോന്നി, ഞാനത് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്നോടൊരു അകൽച്ച ഉണ്ടായി നിൽക്കുക. അപ്പോഴാണ് ഇവര് പാർട്ടി പിളർന്ന് LDF-ലേക്ക് പോകുന്നു. എനിക്ക് LDF പോകാൻ താല്പര്യമില്ല. ജോസഫ് സാറ് CF തോമസ് സാറ് എൻ്റെ എന്നാ പറയുക ആരാധ്യ നേതാവ് CF തോമസ് സാറാ. അങ്ങേരെ എന്നെ ഞാൻ പോയി കണ്ടു ഒരു ദിവസം. സാറേ എങ്ങനെയാ സാർ നമുക്ക് സജി UDF-നൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ മാണി സാറ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ചെയർമാൻ അല്ലെങ്കിൽ വർക്കിംഗ് ചെയർമാൻ നമുക്ക് ഒന്നിച്ചങ്ങ് നിന്നാൽ മതി. ഇപ്പോൾ ജോസ് കെ വേണ്ടി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും LDF-ലേക്ക് ഇല്ല എന്ന് CF സാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു CF സാർ ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്ന് പറഞ്ഞു. ചങ്ങനാശ്ശേരി TV വെച്ചാ ഞങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് EJ അഗസ്തി എന്ന് പോയി കണ്ടേക്കാൻ പറഞ്ഞു. EJ അഗസ്താറിനെ പിറ്റേ ദിവസം പോയി കണ്ട പുള്ളിയും പറഞ്ഞു ഞാൻ എന്തായാലും UDF ഇട്ടിട്ടില്ല, നമുക്ക് ഒന്നിച്ച് ലാഭം നിൽക്കുന്നു. പക്ഷെ പിറ്റേ ദിവസം ഈ യോഗം വിളിച്ചപ്പം അഗസ്താറിനെ ഇവരെങ്ങനെയോ എടുത്തുകൊണ്ട് പോയി. അഗസ്താറ് പോയി. പിന്നെ CF സാറ് ഞങ്ങളവിടെ UDF-നുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഞാൻ ഓർക്കുന്നു, ഞാൻ വളരെ വേദനയോടെ ഓർക്കുക. CF സാറ് ക്ഷീണമായിട്ട് കിടക്കുക. അപ്പം ഞാൻ ചെന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഈ പാർട്ടി ജില്ലാ പ്രസിഡന്റാണല്ലോ UDF ജില്ലാ ചെയർമാനാകണ്ടേ, അപ്പം ഇവിടെ ചെറിയ നീക്കം വേറെ നടക്കുന്നുണ്ട് സാറേ, അത് ചങ്ങനാശ്ശേരി ഉള്ള ഒരാളെ വെക്കാൻ വേണ്ടി ഒരു നീക്കം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കടന്ന് CF സാർ ചാടി എഴുതി പറഞ്ഞു, അതങ്ങനെയാ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആ കാലാകാലങ്ങളിൽ UDF ജില്ലാ ചെയർമാനായിട്ടുള്ളത് അതിവിടെ തുടരും, ഞാനത് അവസരപ്പച്ചോട് പറഞ്ഞോളാം. അപ്പോൾ ആ കൂടെ പറഞ്ഞു, സാറേ എനിക്ക് അടുത്ത പ്രാവശ്യം മത്സരിക്കണമെന്നുള്ള ആഗ്രഹം സാറേ, നീ പേടിക്കണ്ട, ഞാനത് ചെയ്തോളാം എന്ന് CF സാർ പറയുന്നു. എന്നിട്ട് CF സാറ് ഇത് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ പോയി. 7-ാം ദിവസം മരിക്കുന്നു. അതോടുകൂടി സജി മഞ്ഞക്കടമ്പൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിന് അനാഥമായി. എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരു ഗോഡ് ഫാദറിലാ പോയി. എനിക്ക് ഗോഡ് ഫാദറില്ല. പിന്നെ ജോയി ബ്രാം, ആ പുള്ളിക്ക് പാവത്തിന്
പറയാനുള്ള അദ്ദേഹത്തിന് അല്ല ഇവര് മോൻസൊന്നും അങ്ങനെ അടുപ്പിക്കുന്നില്ല. അതാണ് സാഹചര്യം. ഞാൻ അതുകൊണ്ട് അങ്ങേർക്ക് ഞാൻ ജോയ് സാറെ ഇറങ്ങുമ്പോൾ തന്നെ തലേദിവസം ഞാൻ ജോയ് സാറേ ഞങ്ങൾ ഒന്നിച്ചാ കോട്ടയത്തിന് പോകുന്നത് ഈ നോമിനേഷൻ കൊടുക്കാൻ പോകും. ഞാൻ പറഞ്ഞു ജോയ് സാറേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് അതായത് ഞങ്ങൾ ഈ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ എടുക്കാൻ വേണ്ടി കൂടിയ സമയത്ത് പുള്ളി പറഞ്ഞു വള്ളി നിക്കട്ടവനൊന്നും ആകാൻ പറ്റിയെന്ന് മോൻസ് പറഞ്ഞാന്ന്. അപ്പം ഞാൻ ഈ ജോയ് സാറേ വള്ളി നിക്കട്ടവന് വല്ലതും സാധ്യത ഉണ്ടോ നോമിനേഷൻ കൊടുക്കാൻ കയറാൻ എന്ന് ചോദിച്ചു. എൻ്റെ വണ്ടിയിലാണ് പോയത്. എടാ അതിനൊരു സാധ്യത കാണുന്നില്ല, ഒക്കെ വേറെ കളികളൊക്കെയാണ് നടക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞായിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ കടുത്ത തീരുമാനം എടുത്താൽ ജോയ് സാർ ഒന്നും വിഷമിച്ചേക്കല്ലോ കേട്ടോ. പക്ഷെ പുള്ളിക്ക് മനസ്സിലായില്ല ഞാനത് എന്നാ പറയുന്നത്. ഞാൻ ഇന്നും കൂടെ നമുക്ക് പോസിബിളെ നോമിനേഷൻ കൊടുക്കാനോടെ കേട്ടുന്നില്ലെങ്കിൽ ഇത് നിർത്തുക എന്നുള്ളത് ഞാൻ മാനസികമായി തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ ആ പൊട്ടം കളിച്ചു നടക്കണം, എനിക്ക് നമുക്ക് സീറ്റും ഇല്ല, ഞാൻ എൻ്റെ ജീവിതം എൻ്റെ പിള്ളേരെ കഴിക്കേണ്ട പൈസ മുഴുവൻ എടുത്ത് ഞാൻ ഈ ഉണ്ടാക്കുകയല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞല്ല. കോട്ടയത്തെ ഒരു പുരോഗതിനോട് ചോദിച്ചു, ഞങ്ങൾ ആവശ്യമുണ്ടോ ഞങ്ങളമ്പാ UDF ജില്ലാ ചെയർമാൻ വണ്ടിയും ഡ്രൈവറൊക്കെ ഇല്ലേ, പാർട്ടി ജില്ലാ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞ അച്ഛനുണ്ട്, പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ വണ്ടിയുണ്ട് ഡ്രൈവറും ഉണ്ട്, പോകാമെന്ന് തോന്നുന്നു. ഉള്ള മരിച്ചവരൊക്കെ ഉള്ള കല്യാണം മുഴുവൻ വിളിക്കുന്നവർ നമ്മൾ പോവും, ഉള്ള സമരത്തിന് മുഴുവൻ പോവും. ഒരു സംവിധാനമല്ല UDF. ഞാൻ എൻ്റെ കൈക്കാശ് മുടക്കിയാണ് ഓടിയത്. അത് മാണി ഗ്രൂപ്പിലായിരുന്നപ്പോൾ അങ്ങനെ തന്നെ. അപ്പം ഞാൻ അതിനൊന്നും ആരോടും കണക്ക് പറഞ്ഞിട്ടില്ല. ഇഷ്ടംപോലെ അത് അപ്പൻ ചെറിയ ബിസിനസ്സുകാരനായിരുന്നു, ഇപ്പം അപ്പൻ ആവശ്യത്തില്ല. അപ്പോൾ അത്യാവശ്യമൊക്കെ സമ്പാദിച്ച് തന്നിട്ടുണ്ട്. സമ്പാദ്യമൊക്കെ നമ്മൾ സംഘടനാപരമായി നമ്മൾ ഉപയോഗിച്ചു. ഇപ്പോഴും എന്നോട് അദ്ദേഹം പറഞ്ഞാ വീട് വെക്ക് സ്ഥലം വിട്ടേക്ക് വീട് വെക്കുന്ന ഈ ബാക്കി സംവിധാനം നമ്മുടെ വരണ്ടേ. അപ്പം ഞാൻ എൻ്റെ കണ്ണാടി തന്നെ വീട് വെക്ക് ഇങ്ങനെ വന്ന് അവർ ഉടനെ വെച്ചോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ നടക്കുക. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മളൊക്കെ ഞാൻ പറഞ്ഞേ ഫൈറ്റ് ചെയ്ത്. പിന്നെ അതിനിടയ്ക്കോ ഞാൻ പഞ്ചായത്ത് ദിവസം ഉണ്ടായതോ ഒരു പച്ച പരവതാനി ഇടിച്ചു വന്നതാണ് അവിടെ. എനിക്ക് സീറ്റ് തരികയില്ലായിരുന്നു അന്നത്തെ ഇവിടുത്തെ ലോക്കൽ നേതൃത്വം. എന്നാ വേണ്ടി ഈ സീറ്റ് കോൺഗ്രസിനും കൊടുത്തു. സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസിനായിരുന്നു എക്കാലവും. കോൺഗ്രസിന് കൊടുത്തു. മാണിസാർ പക്ഷേ എന്നോട് വാത്സല്യം ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് വില പറഞ്ഞു. അന്ന് കുര്യൻ ജോയി DCC പ്രസിഡന്റ്. കുര്യൻ ജോയി വിളിച്ച് കുര്യ ഇതെന്താ പറയുന്നത്, ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് എൻ്റെ യൂത്ത് ഫണ്ട് നിയമസഭ മത്സരിക്കണ്ടേ, ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, കുര്യൻ ജോയി സാർ പറഞ്ഞു, സാറേ ഞാൻ എന്നാ ചെയ്യാനാ, ഞങ്ങളുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് ഇത് ഇല്ലെങ്കിൽ രാജിവെക്കുന്നു പറഞ്ഞ് നിൽക്കുക. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്തു, ഞാൻ ഞങ്ങളുടെ പയ്യന് കൈപ്പത്തിയും കൊടുത്തേക്കാം, സാറ് 2 ലൈൻ കൊടുത്തു. ഞാൻ അടുത്ത് കേട്ടോണ്ടിരിക്കുക. അപ്പം സൗഹൃദ മത്സരം. അവനോട് മാനസറാണ് മോനെ വേണോ, ഞാൻ ജയിക്കുമോ? ഞാൻ സാറേ ജയിച്ചോളാം, എനിക്ക് ചിഹ്നം എന്ന് വെച്ചാൽ മതി. ഞാനന്ന് എൻ്റെ ഈ വാർഡിൽ ഇവിടെ പറയുകയാണെങ്കിൽ നായർ ക്രിസ്ത്യൻ ഭൂരിപക്ഷം വെച്ചാണെങ്കിൽ നായരാണ് ഭൂരിപക്ഷം, ഒരു നായർ സ്ഥാനാർത്ഥിയിലപ്പോൾ ആ ഒരു ഇതിലാ വോട്ടെങ്കിൽ ഞാൻ ഒരു 250 വോട്ട് തോക്കണം. പക്ഷെ ഞാനിവിടെ ജയിച്ചത് 368 വോട്ട്. ഞാൻ ത്രികോണ മത്സരത്തിൽ ഞാൻ ജയിച്ചു. എന്നാൽ എനിക്ക് 2.5 വർഷം പഞ്ചായത്ത് ദിവസം സ്ഥാനം കിട്ടിയപ്പോൾ പഞ്ചായത്ത് ദിവസം എനിക്ക് ആക്കാതിരിക്കാൻ വേണ്ടി വീണ്ടും കളി. അതിനെ അതിജീവിച്ചു. മാനസാറിനൊപ്പം ഞാൻ പഞ്ചായത്ത് ദിവസം ഉണ്ടായി. പഞ്ചായത്ത് ദിവസം ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെ എനിക്ക് കോൺഗ്രസിൻ്റെ ഒരു കൈപ്പത്തി ചിഹ്നം ഒരു 900 വോട്ട് പിടിച്ചു. പക്ഷേ ഞാൻ ജയിച്ചു. 1200 അവിടെ ജയിച്ചു. ആ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോഴും ഈ ശല്യം ഉണ്ടായിരുന്നു. ഞാൻ 14,400 വോട്ടിന് ഞാനിവിടെ 3.5 പഞ്ചായത്ത് ജയിച്ച ആളാണ്. അതോടുകൂടി എൻ്റെ രാഷ്ട്രീയം പെട്ടെന്ന് മാറാനുള്ള കാരണവും ഇവിടെ ചില ആളുകൾ മാനസാറെ തെറ്റിദ്ധരിപ്പിച്ചു. എൻ്റെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ്. എൻ്റെ ജില്ലാ പഞ്ചായത്ത് ജോസ് കെ മാണി പാലായി മത്സരിച്ചപ്പോൾ അല്ല എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് 6 മാസം മുമ്പാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പോഴത്തെ പോലെ പഞ്ചായത്ത് ഇലക്ഷൻ. അപ്പം ജോസ് കെ മാണിക്ക് പാലാ നിയമത്തിൽ 22,500 വോട്ട് ഭൂരിപക്ഷമുണ്ട്. എനിക്ക് ഈ 3.5 പഞ്ചായത്തിൽ 10,300 വോട്ട് ഭൂരിപക്ഷമുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം എനിക്ക് വേണ്ട സീറ്റ് തന്നിരുന്ന പാർട്ടിയില്ലേ, ഇവർ പോയി മാനസാറെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവം എന്നോട് ഉണ്ടായതുകൊണ്ട് എന്നെ അത് കൃത്യം എനിക്ക് ബോധ്യപ്പെടുത്തി. ഒരു മാനസാറെ കണ്ടോ, കരൂർ പഞ്ചായത്ത് എൻ്റെ പഞ്ചായത്തിൽ സജി മഞ്ഞക്കടമ്പൻ 2,800 വോട്ട് ഭൂരിപക്ഷം. മാനസാറിന് എത്രയും ഭൂരിപക്ഷം 800, 2000 ആരുവാരി മഞ്ഞക്കടമ്പൻ. കടനാട് പഞ്ചായത്തിൽ എനിക്ക് 1,800 വോട്ട് ഭൂരിപക്ഷം. മാനസാറിന് 450 വോട്ട് ഭൂരിപക്ഷം. ആരുവാരി മഞ്ഞക്കടമ്പൻ. മീനച്ചിൽ പഞ്ചായത്തിൽ 1000 വോട്ട് എനിക്ക് ഭൂരിപക്ഷം. മാനസാറോടെ 150 വോട്ട് പുറകിൽ. എങ്ങനെയുണ്ട് സാറേ, ഞങ്ങൾ അന്ന് പറഞ്ഞാലും കൊടുക്കരുത്, ഇപ്പം കണ്ടില്ലേ വാരിയില്ലേ സാർ, ഇങ്ങനെ ഇത് കേട്ട് അന്തിച്ച് ഇരിക്കുക. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇതൊക്കെ കേട്ടു. ദൈവമായിട്ട് എൻ്റെ സുഹൃത്തിനെ കൊണ്ടത് കേട്ടു. അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഏറ്റവും വലിയ വജ്രായുധം പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ പോയി മാനസാറെ കടഞ്ഞു. മാനസാറെ എനിക്ക് മുഖം തന്നില്ല. 2 പ്രാവശ്യം 3 മുഖത്ത് പോലും നോക്കുന്നില്ല. പിന്നെ എൻ്റെ വൈകിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഫോൺ വിളിച്ചു. ഫോൺ എടുത്തു. ഞാൻ സാറേ ഞാൻ സാറിനെ കാണാൻ പലവട്ടം ശ്രമിച്ചായിരുന്നു. സാറിന് എനിക്ക് മുഖം തന്നില്ല. കാര്യമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഒറ്റ പ്രാവശ്യം കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ ഞാൻ കടമ്പ ആ നേരിട്ട് കാണാൻ ഞാൻ പണിയങ്ങ് നിർത്താൻ വേണ്ടിയൊന്നും എപ്പോൾ വരണോ സാറ് പറഞ്ഞ ആ സമയത്ത് വന്നേക്കാൻ തന്നു. ഞാൻ പിറ്റേ ദിവസം ഈ 5:30 വൈകിട്ട് വരാൻ വന്നു. ഞാൻ മാനസാറ് മാത്രം ഈ മുറിയിൽ. സാറേ പിന്നെ ഇങ്ങനെ നിന്നെ ആളുകൾ
ഇന്ന കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞില്ലേ ചോദിച്ചു. നിഷേധിക്കാൻ സാറിന് പറ്റിയല്ലോ. സാറ് എന്നോടാവി അത് ഈ കുറ്റം എൻ്റെ അടുത്ത് എന്തെങ്കിലും വേണം, എൻ്റെ ഇടത്തെ ചെവിക്കൂടെ കയറി അത് വലത്തെ ചെവിക്കൂടെ പോകുന്നു. ഞാൻ സാറേ പോയിട്ടില്ല സാറേ, അത് വിലങ്ങി നിൽക്കുക, പോയിട്ടില്ല. ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഞാൻ സാറിനെ വാരി എന്നുള്ളതാണല്ലോ അവരുടെ പറഞ്ഞത്. സാറിൻ്റെ സ്വന്തം മകൻ ജോസ് കെ മാണി 1 വർഷം മുമ്പ് ഇവിടുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 22,500 വോട്ട് ഭൂരിപക്ഷം കിട്ടിയപ്പോഴാണ് സാർ ഇവിടെ 4,500 വോട്ടിന് ജയിച്ചത്. മകനൊരു 18,000 മാറിയിട്ടുണ്ട്, ഞാനും മാറിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ സാറ് ചാടി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ആരെന്തൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്നോട് ഉണ്ടാകും, നീ ഒന്ന് പേടിക്കണ്ട. പിന്നെ അങ്ങനെ പിന്നെ ഭയങ്കര ഇഷ്ടമായി ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് സീറ്റ് തരാമെന്നും പറഞ്ഞ് എന്നെ ഇറക്കി. സാറിൻ്റെ കുഴപ്പമല്ല, സീറ്റ് കിട്ടിയില്ല. എനിക്ക് രാശിയില്ല. ഞാൻ പിന്നെ അതുകൊണ്ട് വേറെ വല്ലവിടെ പോയി അന്ന് തന്നെ അനുമതി ഉണ്ടാ. നമ്മളെ ഇറക്കി നിർത്തി. അത് അന്ന് യൂത്ത് ഫണ്ടിന് സീറ്റില്ല, യൂത്തിന് ആർക്കും കൊടുത്തില്ല. എനിക്ക് തരാമെന്ന് സുഖമാണ്. ഞാൻ കോട്ടയം ജില്ലാ പ്രസിഡന്റാ, കുഞ്ഞാറല്ലേ സീറ്റ്. ഞാൻ മാണി സാറെ ഇടയ്ക്ക് ചെല്ലും, സാറേ നമുക്ക് സീറ്റ് ഒന്നും പഠിക്കും, നീ യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആയില്ലേ, എങ്ങനെ ഞാനല്ലടാ സീറ്റ് ജയിക്കുന്നത്, നിനക്ക് കോട്ടയം ജില്ലയെ കുഞ്ഞാർ നീ എന്നെ മത്സരിച്ചിരിക്കുന്നു എന്നോട് കെ എം മാണി സാറ് പറഞ്ഞ് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. അതോ ഇതുപോലെ ഇപ്പോൾ ജോസഫ് സാറിൻ്റെ കാര്യം എന്നാണ്, ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് ഈ 8 അംഗ സമിതി ഉണ്ടായിരുന്നു ആദ്യം. 8 അംഗ സമിതി, തോമസ് ഉണ്ണിയാടന്, ജോയി ബ്രാവ് എല്ലാം ഉണ്ട്. അപ്പോൾ 8 അംഗ സമിതിയിൽ ഈ ജോസഫ് സാറ് ഇങ്ങനെ ജോയി ബ്രാവത്തിൽ ചോദിച്ചു, ജോയി എങ്ങനെയാണ് കുഞ്ഞാർ മത്സരിക്കുന്നുണ്ടോ? ഞാൻ മത്സരിക്കുന്നില്ല സാറേ. ഉടനെ പറഞ്ഞ ജോയി ആ മഞ്ഞക്കടമ മത്സരിക്കാൻ ആഗ്രഹം പറഞ്ഞിരുന്നു. സാർ ഒരു കുഴപ്പമില്ല, ജോയി സാറിന് എന്നോട് പഴക്കമില്ലല്ലോ, ഞാൻ മത്സരിക്കുന്നില്ല, അവനെ മത്സരിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു. ഇത് എനിക്ക് 8 അംഗ സമിതി അന്ന് തന്നെ എനിക്ക് ചോർന്ന് കിട്ടി. എന്നെ ഒരു നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു, സജി നീയാണ് ഏറ്റവും ഭാഗ്യവാൻ, 1ാമത്തെ സീറ്റ് നിന്റെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന്. ഞാൻ നേതാവിനോട് പറഞ്ഞു, ഒരു കുഴപ്പമുണ്ട്, കുഞ്ഞാറ് സീറ്റ് നമുക്ക് വിജയസാധ്യത കുറവാണ്. PC ജോർജ് സ്വതന്ത്രമായിട്ട് മത്സരിച്ചാൽ ജയിക്കാൻ പാടാം. PC ജോർജ് LDF-ന്റെയോ UDF-ന്റെയോ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ PC ജോർജ് തോൽപ്പിക്കാൻ എനിക്ക് ഒരു പാടുമില്ല, മത്സരിക്കാൻ റെഡിയാണെന്ന്. ഇത് അപകടമാണ് എന്ന് പറഞ്ഞു. ഇല്ല ഏതായാലും നീ പ്രാർത്ഥിക്കുന്നു നേതാവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ജോസഫ് സാർ എന്നെ വിളിക്കുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, സജി നീ ഞാൻ കോട്ടയത്ത് തിരുവനന്തപുരത്തുണ്ട്, MLA സ്റ്റേക്ക് പറഞ്ഞു, ഞങ്ങൾ രണ്ടും മാത്രം. മനസ്സാറ് ഇരിക്കുന്നു. ഞാൻ കടപ്പാ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത്. പൂഞ്ഞാർ സീറ്റിൽ ഞങ്ങളുടെ മത്സരിക്കണം. അപ്പോൾ ഞാൻ സാറേ നമുക്ക് എത്ര സീറ്റ് കിട്ടും? നമുക്ക് 4 സീറ്റ് കിട്ടും. ഞാൻ പറഞ്ഞു സാറേ അതെങ്ങനെയാണ് കിട്ടുന്ന ആളാണ്, ഞാൻ ഇതിൻ്റെ ശാസ്ത്രം പഠിക്കുന്നതാണ്, കോൺഗ്രസ്സുകാരുടെ മനസ്സിലിരിപ്പും എനിക്കറിയാം. ജോസ് കെ മാണി UDF ഇട്ട സ്ഥിതിക്ക് കോൺഗ്രസ് കോട്ടയത്ത് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് 2 സീറ്റാണ്. 3ാമത്തെ സീറ്റ് സാർ വാങ്ങിച്ചെടുത്താൽ അത് സാറിൻ്റെ മിടുക്കായിരിക്കും, അതെനിക്ക് പറയാനുള്ളൂ. 2 സീറ്റ് അവർ തരുള്ളൂ, 3 വാങ്ങിച്ചെടുത്താൽ സാറിൻ്റെ മിടുക്കാം. ഇല്ല നമുക്ക് 4 കിട്ടും. സാറേ 4 കിട്ടുമെങ്കിൽ ഓക്കെ. പൂഞ്ഞാറില് ജോർജിനെതിരെ മത്സരിക്കാൻ മഞ്ഞക്കടമല്ല ആർക്ക് ആംബിയർ? സാർ ചോദിച്ച ഭാവമാണ്. ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു ആംബിയർ പോലും ഞാൻ മത്സരിച്ചോളാം, പക്ഷേ ജയസാധ്യത ഒട്ടും ഇല്ലെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ട് ഏതായാലും പാർട്ടി സീറ്റ് എടുത്ത് വെച്ചിട്ട് സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറയാൻ പറ്റിയല്ലോ. അപ്പോൾ ഒരു പീഡ ഏറ്റോളാം ഇങ്ങനെ പറഞ്ഞു. ഞാൻ പീഡ ഞാൻ ഏറ്റോളാം സാറേ. പക്ഷേ ഞാൻ സാറോട് ഒരു കാര്യം പറയുന്നു, സാറേ 3 സീറ്റേ ഉള്ളെങ്കിൽ ആദ്യമേ പൂഞ്ഞാർ ഒഴിവാക്കണം. അപ്പൊ എന്റെ മനസ്സിലാണ് നിൽക്കുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ ഏറ്റുമാനിക്കുന്നത്. ഇനി വേണേ ചങ്ങനാശ്ശേരിയിൽ അന്ന് VJ ലാലിയും നമ്മുടെ KF ഫറീസും മറ്റേ സാജൻ ഫ്രാൻസിസും 3 പേരോട് ഇടിച്ച് നിൽക്കുന്ന സമയത്ത് പാർട്ടിക്ക് എന്നെ പ്രഖ്യാപിച്ചാൽ ഞാൻ അവിടെ സുഖമായി മത്സരിക്കാം, എനിക്ക് ജയസാധ്യതയുണ്ട്, എനിക്ക് ഒരുപാട് കുടുംബബന്ധങ്ങൾ. പക്ഷേ അതിൻ്റെ കാര്യമില്ല. അപ്പോൾ ഇതാ സ്ഥാനാർത്ഥിയായിട്ട് ജയത കൊണ്ട് വന്നു പ്രഖ്യാപിച്ചു. ഞാൻ ആകെപ്പാടെ വലിയ ദിവസം നാണക്കേടല്ലേ. ഞാൻ ലാസ്റ്റ് ജോസഫ് സാറിനെ വിളിച്ചു, സാറേ ഞാൻ ഈ പാലായിൽ നിന്ന് ഈ പോരാട്ടം നടത്തുന്നവനാണ്, എനിക്കിടെ മാണി ഗ്രൂപ്പ് ഇതിലും വലിയ ജയിത്തായി പോയല്ലോ എന്ന് പറഞ്ഞ പുള്ളി പറയുക. അത് ഞാനത് നോക്കട്ടെ, സ്ഥാനാർത്ഥി സീറ്റ് പ്രഖ്യാപിച്ചില്ലോ എന്നൊക്കെ പറഞ്ഞു, വേണമെങ്കിൽ മാറ്റി വേണമെങ്കിൽ ഏറ്റുമാനം വേണ്ട, കാഞ്ഞിരപ്പള്ളി എടുക്കാമെന്നൊക്കെ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ഒരു ജയസാധ്യതയില്ല. ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ നിൽക്കുക, അല്ല എനിക്ക് വേണ്ട, എനിക്ക് ഏറ്റുമാനോട് ചങ്ങനാശ്ശേരി ഉടമ്പ് നിൽക്കുന്നു. അപ്പം ജോസഫ് സാറ് കല്ലങ്ങാട്ട് പിതാവിനെ ഉൾപ്പെടെ വിളിപ്പിച്ചു. പിന്നെ ജോസഫ് സാറിന് മകൻ അബു ജോൺ ജോസഫ് പാലായി വന്ന ഒരു ദിവസം ഉള്ളിൽ നിന്നു, സജീവനെ ഏറ്റവും നല്ല കോർപ്പറേഷൻ തരാം. ഞാൻ പറഞ്ഞു എനിക്ക് കോർപ്പറേഷൻ വേണ്ട അബു, ഒറ്റ കാര്യം പറയാൻ, എനിക്ക് വണ്ടിയും ഡ്രൈവറും ഒക്കെ ഉള്ള കോർപ്പറേഷനെ അത് ഭരണം കിട്ടിക്കഴിയുമ്പോൾ UDF ജില്ലാ ചെയർമാൻ എൻ്റെ അർഹതപ്പെട്ടതായിരുന്നു, അത് എനിക്ക് തിരിച്ച് തന്നേച്ചാൽ വന്നു. ഇത് കേട്ടപ്പോൾ ജോസഫ് സാർ ഹാപ്പിയായി. അപ്പോഴേ UDF ജില്ലാ ചെയർമാനാക്കി. ഞാൻ എന്നാൽ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം വാങ്ങിച്ച് മോഹൻ രക്ഷിച്ച് വാർദ്ധിക്കിയത്. അന്ന് ഞാൻ പറഞ്ഞല്ലേ ഡ്രൈവറും ചെയർമാനുള്ള അന്ന് കിട്ടുന്ന ഭരണമില്ല, LDF 2ാമത് വന്നു. അത് ഞാൻ UDF ജില്ലാ ചെയർമാൻ വാങ്ങിച്ചെടുത്തുകൊണ്ട് അതെങ്കിലും ഉണ്ട്, അത് മാത്രം അതുകൊണ്ടെങ്കിൽ ഞാനങ്ങ് നടന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ പണിയെടുക്കേണ്ടത് മുഴുവൻ നന്നായിട്ട് പണിയെടുത്തതാണ്. പക്ഷേ നമുക്ക് ഗോഡ് ഫാദർ ഇല്ലാണ്ടായി. ഒരു കാര്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ UDFന്റെ ഭാഗമാണ്, ഇനി മുൻപോട്ട് എന്താണ്? അല്ല, UDFന്റെ ഭാഗമായി PB അൻവറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നതാണ്. അദ്ദേഹം താമസിയാതെ ഞങ്ങൾ ആലോചിച്ച് പാർട്ടി പ്രഖ്യാപിച്ച് UDFന്റെ ഭാഗമായി തുടരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഞാൻ UDFകാരനല്ല, കോൺഗ്രസ് വിരോധിയാണെന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കാൻ നോക്കി. അതൊക്കെ പച്ചക്കള്ളമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. എന്നും ഒരു UDFകാരനായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്.